നിന്നാണ്. മയിലാടുംപാറയ്ക്ക് സമീപം കടുവ കുഴിയിൽ വീണു. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ചിത്രങ്ങളിൽ കാണാം കടുവയും ഒരു പട്ടിയെയും കുഴിയിൽ വീണ് കിടക്കുന്നതായി കാണുന്നുണ്ട്. പട്ടിയെ പിടിക്കാൻ ഓടിച്ചതിനിടയിൽ കടുവ കൂടി കുഴിയിൽ വീണതാണ് എന്നാണല്ലോ സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ദൗത്യം എവിടെ വരെ എത്തി? കടുവ ഈ ഒരു 100 മീറ്റർ മാത്രം അകലെയുള്ള ഒരു കുഴിക്കകത്താണ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. നായും ആ കടുവയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പിന്റെ ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് മയിലാടുംപാറ കടുക്ക സിറ്റി, നെറ്റിത്തോട് ഭാഗത്തുള്ള കടുക്ക സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ അങ്ങനെ കടുവയോ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളോ വലിയ ശല്യമുണ്ടാക്കുന്ന ഒരു പ്രദേശമല്ല. പക്ഷേ ആദ്യമായിട്ട് ഒരു കടുവ അത് വന്നിരിക്കുന്നു. അത് നായെ പിടിക്കാൻ ഓടിക്കുന്നതിനിടയിൽ അതൊരു കുഴിയിൽ വീഴുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് വനംവകുപ്പിന്റെ കണക്കൂട്ടൽ. ഞാൻ ഈ നിൽക്കുന്നതിന്റെ തൊട്ട് ചേർന്ന് തന്നെ, അതായത് കേരള തമിഴ്നാട് അതിർത്തിയാണ്. ഇതിന്റെ ഒരു വശം തമിഴ്നാടും ഒരു വശം കേരളവും. അങ്ങനെയാണ് ആ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് വനമേഖലയാണ്. അവിടെ നിന്ന് കയറി വന്ന കടുവയായിരിക്കാം ഇതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് സംശയിക്കുന്നത്. ഇപ്പോൾ കേരള അതിർത്തിയിൽ, കേരളത്തിനുള്ളിലാണ് ഈ കടുവ കുടുങ്ങുകയും ചെയ്തിട്ടുള്ളത്. കുമളി റേഞ്ചിന് കീഴിൽ വരുന്ന പ്രദേശമാണ്. വനംവകുപ്പിന്റെ കുമളി റേഞ്ചിന് കീഴിൽ വരുന്ന പ്രദേശത്താണ് നിലവിൽ ഈ കടുവ ഉള്ളത്. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടമാണ്. നിരവധി ആളുകൾ ജോലിക്കായി എത്തുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ആശങ്കയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവരെ ഇതിനപ്പുറത്തേക്ക് കടത്തില്ല. ഇവരെ മാത്രമല്ല ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടില്ല. കാരണം സുരക്ഷയുടെ പ്രശ്നമുണ്ട്. ഒരു ചെറിയ കുഴിയാണ്. ആ കുഴിക്കുള്ളിൽ നിന്ന് കടുവയ്ക്ക് വേണമെങ്കിൽ ചാടി പുറത്തേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ആ കൂട് കടുവ കുടുങ്ങിയ ആ കുഴി നിലവിൽ മൂടി വെച്ചിരിക്കുകയാണ്. ഒരു ഗ്രില്ല് പോലത്തെ ഒരു സംഭവം വെച്ച് അത് മൂടി വെച്ചിരിക്കുകയാണ്. ഇനി വനംവകുപ്പിന്റെ കൂട് കൊണ്ടുവന്നതിന് ശേഷം മയക്കുവെടി വെച്ച് പിടികൂടി അതിനെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വനംവകുപ്പ് പറയുകയും ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇവരെ ഒന്നും അങ്ങോട്ടേക്ക് കടത്തിവിടില്ല. ചേട്ടാ, ആശങ്കയുണ്ടോ, പേടിയുണ്ടോ? ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ കടുവ വന്നിട്ടുണ്ട്? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കടുവയും ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നിരവധി ആളുകൾ, തോട്ടം തൊഴിലാളികളുണ്ട്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം. അതെ അതെ, ജനവാസ മേഖലയാണ്. മണ്ടമേട് പഞ്ചായത്തിൽ 7ാം വാർഡ് വരുന്ന ഭാഗം. ഇതിനു മുമ്പ് ഇങ്ങനെ വന്യജീവികളൊന്നും വന്നിട്ടില്ല? ഇതിനു മുമ്പ് അങ്ങനെ വന്നിട്ടില്ല. ഈ തമിഴ്നാട് അതിർത്തിയാണ്. ഇത് തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. കയറി വന്നായിരിക്കാനാണ് സാധ്യത. കയറി വന്നാകാനാണ് സാധ്യത. എന്തായാലും അങ്ങനെ തന്നെയാണ്. ആളുകൾക്ക് ആശങ്കയുണ്ട്, പേടിയുണ്ട്. കാരണം ആദ്യത്തെ ഒരു സംഭവമാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരു കടുവ വരിക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പേടിയുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. നാട്ടുകാർ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഇത് ആശങ്കയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട്. പക്ഷേ ഈ പന്നി പോലുള്ള വന്യമൃഗങ്ങളാണ് ഇവിടെ കൂടുതലും കയറി വരാറുള്ളത്. പക്ഷേ കടുവ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ബോർഡറിൽ വരുന്നത്. തൊട്ടടുത്ത് തമിഴ്നാടായതുകൊണ്ട് തമിഴ്നാട് ഫോറസ്റ്റ് മേഖലയിൽ നിന്ന് കയറി വന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളൊന്നുമില്ല. ദൂരെ നിന്ന് വേണം ഇവരിങ്ങോട്ടേക്ക് വരാനുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വന്യജീവികൾ വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക, അതിനെ പിടിക്കുക, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഈ ദൌത്യത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. വണ്ടിപ്പെരിയാറിലെ സംഭവം നമ്മൾ കണ്ടതാണ്. കാലിന് പരിക്കേറ്റ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനിടയിൽ അതിനെ ഈ ആളുകളുടെ ദൌത്യത്തിൽ ഏർപ്പെട്ട ആളുകളുടെ സ്വയരക്ഷാർത്ഥം അതിനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നിരുന്നു. അത്തരം ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ അത് വനംവകുപ്പിന് ഒരു വിമർശനം പല കോണിൽ നിന്നുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരുന്നു. അത് സ്വയരക്ഷയ്ക്കാണ്. നാട്ടിലിറങ്ങിയ കടുവയാണ് വെടിവെച്ച് കൊന്നത് എങ്കിൽ പോലും ചില ആളുകൾ അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഈ കടുവയെ പിടികൂടുകയുള്ളൂ എന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയതിനു ശേഷം പ്രത്യേക ദൌത്യ സംഘം കുമളിയിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ എത്തിയതിനു ശേഷമായിരിക്കും ഈ മയക്കുവെടി വെക്കുന്നത് ഏത് രീതിയിൽ വേണം, ഏത് സമയത്ത് വേണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതിനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ കടുവ കുടുങ്ങിയിരിക്കുന്ന കുഴി അത് മൂടി വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നാൽ ഒരുപക്ഷെ ആ കടുവ പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. ശരി, ആ കുഴി മൂടി വെച്ചിരിക്കുന്നു. മയിലാടുംപാറയ്ക്ക് സമീപമാണ് കുഴിയിൽ കടുവ വീണത്. ആ കുഴി ഇപ്പോൾ മൂടി വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കടുവയെ മയക്കുവെടി വെക്കും എന്നുള്ളതാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണ് കിടക്കുന്നത്. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ദൌത്യത്തിലേക്ക് കടക്കുകയാണ്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.